ഗായ്സ്, ഞാൻ എന്തിനാണ് മുഖം മറച്ചു വെച്ച് സംസാരിക്കുന്നതെന്നല്ലേ? നമ്മുടെ സമൂഹത്തിലൊക്കെ മഞ്ഞ കളർ പല്ലുള്ള ആളുകൾ സംസാരിക്കാനും ഇടപഴകാനൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാറുണ്ട്. അതുപോലെ ചെറിയൊരു ബുദ്ധിമുട്ട് എനിക്കും തോന്നുന്നുണ്ട് ഗായ്സ്. കാരണം നിങ്ങൾ ഒരുപാട് ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ പല്ലിന് മഞ്ഞ കളറാണ് എന്നുള്ളത്. ഞാൻ ഒരു സ്വകാര്യം പറഞ്ഞുതരാം. അപ്പം ഇതുപോലെയുള്ള മഞ്ഞ കളർ പല്ലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് എൻ്റെ പല്ല് വയ്ക്കാൻ അത്യാവശ്യം തരക്കേടില്ലാതെ നല്ല മഞ്ഞ കളർ ഉണ്ടല്ലേ. അപ്പം ഇത് നമുക്ക് മാറ്റിയെടുക്കണ്ടേ? ഇതിന് വേണ്ടിയിട്ട് ഒരു അഡാർ ഐറ്റം വന്നിട്ടുണ്ട് ഗൈസ്, ഞാൻ കാണിച്ചു തരാം. ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ നമുക്ക് നമ്മുടെ പല്ല് ഈസി ആയിട്ട് വെളുപ്പിച്ചെടുക്കാം. ഈ ഒരു വയലറ്റ് കളർ പേസ്റ്റ് നമ്മുടെ പല്ലിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ ബ്രഷ് ചെയ്യുന്ന പോലെ ബ്രഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പല്ല് ഇൻസ്റ്റന്റ് ആയിട്ട് വെളുത്ത് വരുന്നതാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കറ പിടിച്ച് മഞ്ഞപ്പല്ലായിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ഐറ്റം നമ്മൾ മേടിച്ചിട്ടുണ്ട്. നോക്കി പൊട്ടിച്ച് നോക്കാം. രണ്ട് മച്ചന്മാരെ, നമ്മൾ ഈ സാധനം മേടിച്ചേക്കുന്നത് ആമസോണിൽ നിന്നാണ്. റേറ്റ് ഒക്കെ ഞാൻ താഴെ കൊടുത്തേക്കാം. രണ്ടരാവന്മാർ കാണിച്ചേക്കുന്ന സെയിം സാധനം തന്നെ വന്നേക്കുന്ന കേട്ടാ. പെർഫോറ പർപ്പിൾ മാജിക് വൈറ്റനിങ് സിറം. ഇതെങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പരിപാടി, എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നൊക്കെ കറക്റ്റായിട്ട് ഇതിനകത്ത് എഴുതി കൊടുത്തിട്ടുണ്ട്. യെല്ലോ നമ്മുടെ യെല്ലോ പല്ല് നമ്മളിന്ന് വെളുപ്പിച്ചെടുക്കും. അയ്യോ, ആ വീഡിയോക്കകത്ത് കണ്ട സെയിം സാധനം തന്നെയാണ് വന്നേക്കുന്നത്. ഇതെന്തുവാടെ ഇത്? സ്പ്രേ ബോട്ടിലാണ്. ഇത് നമ്മളിങ്ങനെ ഷെയ്ക്ക് ചെയ്ത് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത ഇതിലൂടെ വരുമായിരിക്കും. ഇതാ വന്നു. വീഡിയോയിൽ കാണിച്ചേക്കുന്ന എക്സാക്റ്റ് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ബ്രഷ് എടുത്തിട്ട് വരാം കഴിച്ചു. അതേ മച്ചന്മാരെ, ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതേ പുതിയ ബ്രഷാണ് മേടിച്ചേക്കുന്നത്. ഇത് ബ്രഷിനകത്തോട്ട് എടുക്കണം. അവർ ആ വീഡിയോയിൽ കാണിച്ചേക്കുന്ന അത്ര ക്വാണ്ടിറ്റി തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. കേട്ടോ, 6 വയസ്സിന് മുകളിലോട്ടുള്ള ആളുകളെ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. 6 വയസ്സിന് താഴോട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കാൻ പാടില്ല എന്ന് പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ട്രൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എൻ്റെ പല്ല് നല്ല രീതിയിൽ മഞ്ഞ കളറിന് നോക്കിയോ. അപ്പോൾ ഗൈസ്, ഞാൻ അത് തേക്കാൻ വേണ്ടി പോവാണ്. എന്താവുമോ എന്തോ, മൊത്തത്തിലാണ് ഇടാൻ വേണ്ടി പോകുന്നത്. ഒരു നമ്മുടെ മിഠായിയുടെ ഒരു ബബിൾഗത്തിൻ്റെ ഒക്കെ മണം വരുന്നുണ്ട് കേട്ടോ. എല്ലായിടത്തും ആയോ? ഗൈസ്, ഇത്ര റിസ്ക് എടുത്ത് സ്വന്തം എല്ലാവരും വെളുപ്പിക്കാൻ ഇതുവരെ ശ്രമിച്ചിട്ടുണ്ടാവില്ല. ശരിക്കും നമ്മൾ ബ്രഷ് ചെയ്യുന്ന പോലെ ബ്രഷ് ചെയ്യാനാണ് അവന്മാർ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല രീതിയിൽ ബ്രഷ് ചെയ്യട്ടെ. അപ്പോൾ ചെയ്യേണ്ട സുഹൃത്തുക്കളെ, ഇതൊരു 5 മിനിറ്റ് നേരം ഞാൻ ഇങ്ങനെ വെക്കാൻ വേണ്ടി പോവുകയാണ്. ഇങ്ങനെ വെക്കണോ വേണ്ടോ എന്ന് അറിഞ്ഞൂടാ. പക്ഷേ ഒരു 5 മിനിറ്റ് നേരം ഞാൻ അങ്ങനെ വെക്കാൻ വേണ്ടി പോവാണ്. ഈ ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അത് കഴുകുന്നതായിരിക്കും. കഴുകിയിട്ട് ഞാൻ കാണിച്ചു തരാം ഇത് എത്രത്തോളം ഡിഫറൻസ് ഉണ്ട്. അവന്മാർ കാണിക്കുന്നതൊക്കെ സത്യമാണോ എന്ന് അറിയണ്ടേ? ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. ഇതേ സുഹൃത്തുക്കളെ, അങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ വന്നേക്കുവാണ്. ഞാൻ പല്ലൊക്കെ തേച്ച് നല്ല വൃത്തിയായിട്ട് വെടിപ്പായിട്ട് ഇരിക്കുവാണ്. ഇനി നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറ, എൻ്റെ പല്ല് ഇത് വെളുത്തിട്ടുണ്ടോ, എൻ്റെ പല്ല് മഞ്ഞ കളറൊക്കെ പോയിട്ടുണ്ടോ, ക്ലീൻ ആയിട്ടുണ്ടോ, എത്രത്തോളം ഇത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറ. ഞാൻ കാണിച്ചു തരാം. ഞാൻ നോക്കിക്കോ. അപ്പോൾ ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് വെളുപ്പിച്ചെടുക്കുന്ന ഐറ്റമായിട്ട് എനിക്ക് തോന്നുന്നില്ല. 4 ദിവസം കൊണ്ടാണ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് 4 ദിവസമെങ്കിലും നമ്മൾ തുടർച്ചയായിട്ട് 2 സമയം രാവിലെയും വൈകിട്ടും നമ്മളിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പല്ല് വെളുത്ത് വരുള്ളൂ എന്നാണ് ഇവന്മാർ ഇതിനകത്ത് എഴുതിയിട്ടുള്ളത് ആക്ച്വലി. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് വെളുപ്പിക്കുന്ന ഐറ്റം ഒന്നുമല്ല. നമുക്ക് ഇത് സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു 4 ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ക്ലീൻ ആയിട്ട് വരും. പക്ഷേ എനിക്ക് എൻ്റെ പല്ല് പേഴ്സണലി കണ്ടിട്ട് തോന്നുന്നത്, ഇവിടെ ഉണ്ടായിരുന്ന മഞ്ഞ കളറൊക്കെ പോയിട്ടുണ്ട്. നമ്മൾ കുറച്ച് നേരം ഒന്ന് അവിടെ തേച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രഷ് ചെയ്ത് കളഞ്ഞ് കുപ്പിക്കളഞ്ഞ് മൊത്തത്തിൽ ക്ലീൻ ആക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ പല്ല് കുറച്ചെങ്കിലും മഞ്ഞ പോയിട്ടുണ്ടെന്നാണ്. അങ്ങനെ തന്നെയല്ലേ നിങ്ങൾക്കും തോന്നുന്നത് ഗൈസ്? അപ്പോൾ ഈ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് കൂടുതലൊന്നും പറയാനില്ല. സംഭവം നമ്മുടെ ടെസ്റ്റിങ്ങിൽ ഇവന് പാസ്സാണ് ഗൈസ്.